മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഡിവൈഡറിൽ ഇടിച്ച് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞു. ഒരു മരണം, 26 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചത് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയാണ്. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് കുറ്റിപ്പുറത്ത്. എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയായിരുന്നു? എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്? മായ രാവിലെ 10:45 കുറ്റിപ്പുറത്തെ നടുക്കിക്കൊണ്ട് ദേശീയപാതയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ദേശീയപാതയിൽ നിന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് കുറ്റിപ്പുറത്ത് വെച്ചിട്ട് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്നു ബസ്. അതിനുശേഷം അമിത വേഗതയിലായ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഈ സമയത്ത് അവിടെ നേരത്തെ അപകടത്തിൽപ്പെട്ട ഒരു കാറുണ്ടായിരുന്നു. ആ കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. തലകീഴായ മറിഞ്ഞ ബസ് രണ്ടായി മുറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഈ ഭാഗം കുറ്റിപ്പുറത്ത് ദേശീയപാതയിലെ ഈ ഭാഗം ഒരു അപകട മേഖലയാണ്. ഇവിടെ നേരത്തെ നിരവധി തവണ ദേശീയപാതയുടെ പുനർനിർമ്മാണത്തിന് ശേഷം വലിയ തോതിൽ അപകടമുണ്ടായിരുന്നു. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് അപകടമുണ്ടായത്. എന്തായാലും നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറ്റിപ്പുറത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ കുറ്റിപ്പുറം സ്വദേശി മണി ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഏകദേശം ഒരു 10:30 കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത്. ചെറിയൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് നിന്നാണ് ഈ ബസ് വരുന്നത്. അമിത വേഗതയിലാണ്. റൈറ്റ് സൈഡിലുള്ള ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം ആ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് ഡ്രൈവർ കട്ട് ചെയ്തിട്ട് ഈ ഡിവൈഡറിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ആദ്യം ഇടിച്ചു. വണ്ടി അതിനോട് മറിഞ്ഞ് ഇതിൻ്റെ ചേസും അതുപോലെ ടോപ്പ് രണ്ട് ഭാഗമായി. ഈ ഭാഗമായ സമയത്ത് ഇതിൽ ഒരാൾ തല നമ്മുടെ ഈ സർവീസിൻ്റെ ഒരു പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു കുറ്റിയുണ്ട്, അതിൻ്റെ ഒരു ബോൾട്ടിൽ തലയിടിച്ച് അങ്ങനെ ആൾ മരണപ്പെട്ട് പുറത്ത് വീണ്. ഒരാളതിൽ നമ്മളെ ഈ അരഭാഗത്ത് കമ്പി കുടുങ്ങിയിട്ട് ടൈറ്റായിട്ടിരിക്കണം. കാരണം അയാൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരുന്നു ഉണ്ടായത്. ബാക്കിയുള്ള ആളുകളെല്ലാം ഫ്രണ്ടിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഈ ആൾ മാത്രം അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ മാക്സിമം നമ്മൾ 10-20 മിനിറ്റോളം നമ്മൾ ശ്രമം നടത്തിയിട്ടും കിട്ടാതായപ്പോഴാണ് ഫയർഫോഴ്സ് എത്തിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ആൾ പുറത്തെടുത്തുള്ളത്. ആ സമയത്ത് ആൾ അവശനായ ഒരു അവസ്ഥയിലേക്കാണ് പോയിരുന്നത്. എന്തായാലും നമുക്ക് ആ മരണപ്പെട്ട ആൾ നമ്മൾ തൊട്ടടുത്ത് കിടക്കുകയാണ്. അയാൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം ഇയാളെ പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ഇൽഫോർട്ട് നമ്മൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം ഒരു 10-25 ആളുടെ മേലെ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓവർ സ്പീഡായിരുന്നു ബസ്. എന്തായാലും ഭയങ്കര സ്പീഡ് കൂടുതലാണ്. ബസ് സ്പീഡ് കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് മാക്സിമം കുട്ടികളൊന്നും വണ്ടിയിൽ ഉണ്ടായിട്ടില്ല, മുതിർന്നവർ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റി. പിന്നെ ഡ്രൈവറുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഏകദേശം പിന്നെ മുഖമൊക്കെ കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട്. അല്ലാതെ വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ അപകടം ഡെത്തായാളും പിന്നെ 4 ആൾക്ക് ഏകദേശം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഈ കോട്ടക്കൽ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ നമ്മളിവിടെ ഹിൽഫോർട്ട് ഹോസ്പിറ്റലിലും ഡെത്തായ ആൾ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. മായ, ഇത്തരത്തിലാണ് അപകടമുണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ മേഖല സ്ഥിരം ഒരു അപകട മേഖലയാണ്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് മാത്രമാണ് അപകടത്തിൻ്റെ തോത് വളരെ കുറഞ്ഞത്. കോഴിക്കോട് പെരുവേൽ സ്വദേശിയായ ആളാണ് മരിച്ചത്, യുവാവാണ് മരിച്ചത്. 3 പേരുടെ നില ഗുരുതരമാണ്. ഈ പരിക്കേറ്റവരെ കുറ്റിപ്പുറത്തെയും അതുപോലെ എടപ്പാളിലെയും കോട്ടക്കലയിലുമെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. നമ്മൾ കണ്ട ഒരു ദൃശ്യം, ടയറൊക്കെ വളരെയധികം തേഞ്ഞു പോയ ഒരു ഇതായിരുന്നു. ദേശീയപാതയിലൂടെ അതിവേഗത്തിൽ പോകുന്നൊരു ബസ് ഉപയോഗിക്കേണ്ട ടയർ അല്ല അത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതെല്ലാം അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു വരാനാവുള്ളൂ. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവർ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മായ, അരവിന്ദൻ, മനസ്സിലാക്കാനാവുന്നത് ഇത് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു ഡേഞ്ചർ സോണാണ്. ഇത് അറിഞ്ഞിട്ടും അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സാധാരണ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തരം മേഖലകളിലൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണോ? അത്തരത്തിൽ മുന്നറിയിപ്പുകളൊന്നും ഇവിടെയില്ല. സർവീസ് റോഡ് ദേശീയപാതയിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണ്. കാരണം കുറ്റിപ്പുറം പാലം, റെയിൽവേ മേൽപ്പാലത്തിന് ഇരു വരി മാത്രമാണ് അവിടെയുള്ളത്. ഈ ഭാഗത്ത് ഇടതുഭാഗത്ത് ഈ 2 വാഹനങ്ങൾക്ക് പോകാൻ മാത്രമുള്ള ഒരു വഴിയാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ 3 വരിയിലൂടെ വരുന്ന വാഹനവും അതുപോലെ തന്നെ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനവും ഇവിടെ എത്തുമ്പോൾ 2 വരിയിലേക്ക് ചുരുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇത്തരത്തിലൊരു അപകടം
ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ തന്നെ അമിത വേഗതയിൽ എത്തിയൊരു ബസ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഏറെയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയായിരുന്നു നേരത്തെ ഒരു കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഇവിടെ നിരന്തരം നാട്ടുകാർ പരാതി ദേശീയപാത അതോറിറ്റിയോടും അതുപോലെ തന്നെ മറ്റ് അധികാരികളോടും എല്ലാം പരാതിപ്പെടുന്നുണ്ട്. വാഹന ഉടമകളും മറ്റും പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും അധികൃതരുടെ അശ്രദ്ധ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മായ.